നമസ്കാരം. ഒരു സ്ഥലത്ത് ഒരമ്മയുണ്ടായിരുന്നു, ഒരച്ഛനുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് കണ്ണ് കാണില്ല, അച്ഛനാണെങ്കിലോ ചെവിയും കേൾക്കില്ല. അവർക്ക് ഒരു കുട്ടിയുണ്ട്, കുഞ്ഞു കുട്ടി. അവളിങ്ങനെ മുട്ടിലിഴഞ്ഞ് നടക്കണ പ്രായത്തിലുള്ള ഒരു കുട്ടി. ഒരു ദിവസം അച്ഛനും അമ്മയും ഈ കുട്ടിയും കൂടി ഒരു ഉത്സവം നടക്കുന്ന സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പാവക്കുട്ടിയെ കണ്ടു. അപ്പോൾ കുട്ടി ആ പാവക്കുട്ടിയുടെ നേരെ കൈ ചൂണ്ടി വാശി പിടിച്ചു. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? അവൾക്ക് ആ പാവക്കുട്ടിയെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ആ പാവക്കുട്ടി അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആ പാവക്കുട്ടിയെ കൊണ്ട് അവൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ പണ്ടത്തെ വീടാണ് കേട്ടോ, ഇപ്പോഴത്തെ പോലെ ഒന്നുമല്ല. ഒരു ചെറിയ ചെറ്റക്കുടിലാണ്. അതിന് മുമ്പിൽ ഒരു ചെറിയ അരുത്തിണ്ണയുണ്ട്. അരുത്തിണ്ണ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമല്ലോ അല്ലേ? ഒരരുത്തിണ്ണയുണ്ട്. ഈ വീട്ടിലാണ് ഈ കുട്ടിയും അച്ഛനും അമ്മയും താമസിക്കുന്നത്. അന്ന് കരണ്ടൊന്നുമില്ല കേട്ടോ. ഒരു രാത്രിയായാൽ ഒരു ചെറിയ മൂട്ടവിളക്ക് കൊളുത്തി വയ്ക്കും. ഈ കുട്ടി സദാസമയവും ഈ പാവക്കുട്ടിയും കൊണ്ടിട്ടാണ് കളിക്കുക. രാത്രി കിടക്കുമ്പോഴും അതെ, അവൾ ആ പാവക്കുട്ടിയെ അടുത്ത് കിടത്തിയിട്ടാണ് കിടക്കുക. ഒരു ദിവസം രാത്രി മഴ പെയ്യാൻ തുടങ്ങി. മഴ എന്ന് പറഞ്ഞാലോ, ഗംഭീര മഴ, ഇടി മിന്നലും ഒക്കെ ആയിട്ടുള്ള മഴ. അച്ഛനും അമ്മയും നല്ല ഉറക്കം. പക്ഷേ പെട്ടെന്ന് കുട്ടി ഉണർന്ന ഉടനെ അവൾ എന്ത് ചെയ്തു? തൻ്റെ പാവക്കുട്ടിയെ എടുത്തു. എന്നിട്ട് അവൾ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ ആ പാവക്കുട്ടിയും വെച്ച് കളിക്കാൻ തുടങ്ങി. അങ്ങനെ കളിച്ച് അവൾ എന്ത് ചെയ്തു? പതുക്കെ മുട്ടിലഴഞ്ഞ് ആ വരാന്തയിലേക്ക് നീങ്ങി തുടങ്ങി. കാരണം നല്ല മഴ പെയ്യണു. മഴയുടെ ശബ്ദം, ഇടിയുടെ ശബ്ദം ഒക്കെ കേട്ടപ്പോൾ കുട്ടിക്ക് നല്ല കൗതുകം തോന്നി. അവൾ പതുക്കെ ആ മുറ്റത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് അരുത്തിണ്ണയമ്പിലിരുന്ന് കളിക്കുകയായിരുന്നു. അരുത്തിണ്ണയുടെ ചുവട്ടിലേക്ക് ഇങ്ങനെ വെള്ളം, പെരും മഴയാണ് കേട്ടോ. കയറി അരുത്തിണ്ണയുടെ അവിടെ എത്തോറാണ്, അത്രയും വെള്ളമാണ്. ആ സമയത്താണ് ഈ കുട്ടി അവിടെ ഇരുന്ന് കളിക്കണം. അച്ഛനും അറിയണില്ല, അമ്മയും അറിയണില്ല. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവളുടെ കയ്യിൽ പാവക്കുട്ടി ഉണ്ടായിരുന്നത് എന്തായി? വെള്ളത്തിലേക്ക് വീണു. വെള്ളത്തിലേക്ക് വീണപ്പോൾ കുട്ടി ഉറക്കെ കരഞ്ഞു. ആ കരയണ ശബ്ദം കേട്ടിട്ട് അച്ഛൻ ഞെട്ടി ഉണർന്നു. അമ്മ ഞെട്ടി ഉണർന്നിട്ട് കുട്ടിയെ തരാൻ തുടങ്ങി. പക്ഷെ അമ്മയ്ക്ക് കണ്ണ് കാണില്ല. അപ്പോൾ അമ്മ തപ്പി അച്ഛനെ വിളിച്ചെണീപ്പിച്ചു. അച്ഛനെണീറ്റു. അപ്പോഴേക്കും പക്ഷെ അച്ഛനെന്താ കാര്യമൊന്നും മനസ്സിലാവണില്ല. അമ്മയ്ക്ക് കണ്ണും കാണില്ല, അച്ഛന് ചെവിയും കേൾക്കില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ കുട്ടിയാണെങ്കിലോ വെള്ളത്തിൽ നിന്ന് പാവക്കുട്ടി എടുക്കാൻ വേണ്ടി പതുക്കെ ആ കൈ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി. ആ തിണ്ണയുമ്പെന്ന് പതുക്കെ കരഞ്ഞുകൊണ്ട് കൈ നീട്ടി അവസാനം എന്തുണ്ടായി? ആ വെള്ളത്തിലേക്ക് കുട്ടി അങ്ങോട്ട് വീണു. കുട്ടി വീണ് ഇടയ്ക്ക് വെള്ളത്തിൽ നിന്ന് പൊന്തുമ്പോൾ കരയുണ്ട്. പക്ഷേ അമ്മ കേൾക്കുന്നുണ്ട്. പക്ഷേ എവിടെയെന്ന് കാണാനില്ല. അച്ഛനാണെച്ചാൽ കേൾക്കണില്ല. അതുകൊണ്ട് അച്ഛൻ അറിയാനും പറ്റണില്ല കുട്ടിയെ കാണാനില്ല എന്നുള്ളത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കുട്ടി അടുത്ത് കിടക്കണില്ലെന്ന്. അച്ഛനാകെ പരിഭ്രമിച്ചു ചെന്നു. പക്ഷേ നോക്കുമ്പോഴേക്കും ആ കുട്ടി എന്താണ്? വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി ശ്വാസം കിട്ടാതെ പാവം കുട്ടി മരിച്ചുപോയി.